നമസ്തേ. ഓം നമ ശിവായ. ഓം ഗുരുഭ്യോ നമ. ഓം ശ്രീ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസായ നമ. ഓം ശ്രീ മഹാകാളിയേ നമ. എല്ലാ കാളി ഭക്തന്മാർക്കും ആത്മപ്രണാമം. ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിൻ്റെ സഹസ്രനാമ പഠനങ്ങളുടെ ഭാഗമായി നമ്മൾ കാളി സഹസ്രനാമ സ്തോത്രം പഠിച്ചു തുടങ്ങുകയാണ്. ഇതിനു മുമ്പ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ സാമാന്യ പഠനം നമ്മൾ പൂർത്തിയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അതിശക്തമായ വിവിധ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്നതായ അമ്മ മഹാകാളിയുടെ സഹസ്രനാമ സ്തോത്രം കൂടി നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. കാളി സഹസ്രനാമം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ അതിനെപ്പറ്റി പരാമർശങ്ങളുണ്ട്. മഹാനിർവാണ തന്ത്രം ഇതിലാണ് ഏറ്റവും പ്രശസ്തമായ ആദ്യകാളി സഹസ്രനാമം കാണപ്പെടുന്നത്. ഇതിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയുന്നത് സദാശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ്. ഭയത്തെ അകറ്റുന്ന, മോക്ഷപ്രാപ്തിക്ക് സഹായിക്കുന്ന സഹസ്രനാമമാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദക്ഷിണകാളികാ സഹസ്രനാമം എന്ന് പറയുന്ന മറ്റൊരു സഹസ്രനാമമുണ്ട്. ഇത് ബൃഹത് നീലതന്ത്രം എന്ന ഗ്രന്ഥത്തിലാണ് വിവരിക്കുന്നത്. ശത്രുദോഷം, ആഭിചാരദോഷം ഇത് മാറ്റുന്നതിന് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ജപിച്ചു കണ്ടിട്ടുള്ളത്. ആകാശഭൈരവതന്ത്രം ഈ ഗ്രന്ഥത്തിലും കാളിദേവിയുടെ 1000 നാമങ്ങളെ പറ്റിയിട്ട് പരാമർശങ്ങളുണ്ട്. സാധാരണ സഹസ്രനാമ സ്തോത്രങ്ങൾക്കെല്ലാം തന്നെ അതിനൊരു ഘടനയുണ്ട്. 3 ഭാഗങ്ങളായിട്ട് പൊതുവെ ഇതിനെ തരംതിരിക്കാറുണ്ട്. നമ്മൾ ലളിത പഠിക്കുമ്പോഴും ശിവസഹസ്രനാമം പഠിക്കുമ്പോഴും വിഷ്ണു സഹസ്രനാമം പഠിക്കുമ്പോഴും ഒക്കെ ഈ ഒരു സ്തോത്ര ഘടന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത് പൂർവ്വഭാഗമാണ്. അതായത് സ്തോത്രത്തിൻ്റെ പശ്ചാത്തലത്തെ പറ്റി പറയുന്നു, അതെഴുതിയ ഋഷിയെ പറ്റി പറയുന്നു, അത് ചൊല്ലുന്ന രീതി, രാഗം, ഛന്ദസ്, പാരാമീറ്റർ, അതിൻ്റെ മീറ്റർ, ചൊല്ലുന്ന രീതി ഏതാണെന്ന് പറയുന്നു. പിന്നെ അതിൽ പരാമർശിക്കപ്പെടുന്ന ദേവതയെ പറ്റി പറയും. സ്തോത്രത്തിൻ്റെ പശ്ചാത്തലം, എഴുതിയ ഋഷി, ചൊല്ലുന്ന രീതി, ഛന്ദസ്, അതിൽ പരാമർശിക്കപ്പെടുന്ന ദേവത. ഇതാണ് ഒന്നാം ഭാഗം, പൂർവ്വഭാഗം എന്ന് പറയും. രണ്ടാം ഭാഗത്ത് സ്തോത്രഭാഗം എന്നാണ് പറയുന്നത്. ദേവിയുടെ 1000 നാമങ്ങൾ ചൊല്ലുന്നു. അപ്പോൾ കാളിയുടെ സഹസ്രനാമാണെങ്കിൽ കാളിയുടെ വിവിധ ഭാവങ്ങൾ നമുക്ക് കാണാം. രൗദ്രത ഉണ്ടാകും, കാരുണ്യമുണ്ടാകും, സ്നേഹമുണ്ടാകും, സംഹാരം ഉണ്ടാകും. അങ്ങനെ വിവിധ ഭാവങ്ങൾ ഈ നാമത്തിൽ, ഈ മന്ത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാം ഭാഗം ഫലശ്രുതിയാണ്. ഈ സ്തോത്രം ജപിച്ചാൽ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഫലങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് പൊതുവെ സ്തോത്രത്തിൻ്റെ ഘടന, സഹസ്രനാമ സ്തോത്രങ്ങളുടെ ഘടന. പൂർവ്വഭാഗം, സ്തോത്രഭാഗം, ഫലശ്രുതി. നമ്മൾ കാളി സഹസ്രനാമത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. നമ്മളുടെ മരണഭയത്തെ ഇല്ലാതാക്കുന്നത്, രോഗഭയത്തെ ഇല്ലാതാക്കുന്നത്, എല്ലാവിധത്തിലുള്ള ഭയങ്ങളെയും സംഹരിക്കുന്നതാണ് ഈ ഒരു സഹസ്രനാമ സ്തോത്രം. അത്രയധികം പ്രാധാന്യം ഇതാണ്. അതുപോലെ ഗ്രഹദോഷങ്ങളെ നിവാരണം ചെയ്യുന്നു. 7 ശനി, കണ്ടകശനി, ഇന്ന ദോഷം, രാഹുർദോഷം, ശനിദോഷം, പല ദോഷങ്ങളുണ്ടല്ലോ. ഇതൊക്കെ പരിഹരിക്കാൻ, ഇതിൻ്റെയൊക്കെ ദോഷഫലങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കാളി സഹസ്രനാമ സ്തോത്രം അത്യുത്തമമാണെന്നാണ് പറയുക. അത്രയധികം പ്രാധാന്യം അതിനുണ്ട്. അതേപോലെ തന്നെ ശത്രുബാധ, ആഭിചാരം, ദുർമന്ത്രവാദം, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളുണ്ടല്ലോ. നമുക്കും നമ്മളുടെ വീടിനും നമ്മുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ പല പ്രതികൂലമായ ഊർജവും പലരും പ്രയോഗിക്കാറുണ്ട്. അത് മന്ത്രം വഴിയോ ആഭിചാരങ്ങൾ വഴിയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇതിനെയൊക്കെ അകറ്റാൻ ഈ സ്തോത്രത്തിലെ നാമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുക. അത്രത്തോളം പ്രാധാന്യം ഈ കാളി സഹസ്രനാമ സ്തോത്രത്തിനുണ്ട്. ഇപ്പോൾ നമ്മൾ ചൊല്ലുന്ന ശ്മശാന കാളിക, കാളി, ഭദ്രകാളി, കപാലിനി എന്ന് തുടങ്ങുന്ന ഈ സഹസ്രനാമം ഇത് വളരെയധികം പോപ്പുലറായിരിക്കുന്നത് നമ്മളെ താന്ത്രികർക്കിടയിലാണ് ഇത് ഏറ്റവും അധികം പോപ്പുലറായിരിക്കുന്നത്. അപ്പോൾ ദേവിയെ വിളിക്കുന്നത് ശ്മശാനകാളി എന്നാണ് ഇതിൻ്റെ അകത്ത് വിളിക്കുക. എന്നുവെച്ചാൽ ശ്മശാനത്തിൽ വസിക്കുന്നവളായിരിക്കുന്ന കാളി. മഹാകാല സംഹിത,
അതായത് ഈ ശ്മശാനകാളിയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് മഹാകാല സംഹിത പോലെയുള്ള ചില ഗ്രന്ഥങ്ങളിലാണ്. ഈ ശ്മശാനകാളി സ്തോത്രം എന്ന് പറയുന്ന മറ്റൊരു സ്തോത്രം കൂടിയുണ്ട്. നമുക്കതിലേക്ക് വരാം. അപ്പോൾ നമ്മളീ പറഞ്ഞ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിപ്രശസ്തമായതും താന്ത്രികർക്കിടയിൽ അതിശക്തമായതുമായ സഹസ്രനാമമാണ്. എല്ലാവിധത്തിലുള്ള ഐശ്വര്യാഭിവൃദ്ധികൾ ഉണ്ടാക്കുന്നതും എല്ലാവിധത്തിലുള്ള അഭിചാര ദുർമന്ത്രവാദ ദോഷങ്ങളെ അകറ്റുന്നതും ഭയമകറ്റുന്നതും രോഗമകറ്റുന്നതും ജീവിതത്തിന് സംരക്ഷണം നൽകുന്നതുമാണ് അമ്മകാളി അമ്മയുടെ സ്തോത്രങ്ങൾ. അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ ആദ്യം അറിയുക. കാളി സഹസ്രനാമത്തെ പറ്റി നാം പഠിച്ചു തുടങ്ങുമ്പോൾ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ചൊല്ലുന്ന സഹസ്രനാമം പറഞ്ഞല്ലോ, ശ്മശാനകാളിക കാളി ഭദ്രകാളി കപാലിനി എന്ന് തുടങ്ങുന്ന സഹസ്രനാമം. ഈ വരികളാണ് തുടങ്ങുക. ഇത് ദക്ഷിണകാളിക സഹസ്രനാമ സ്തോത്രം എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണകാളിക സഹസ്രനാമ സ്തോത്രം. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇത് മഹാനിർവാണ സ്തോത്രത്തിൻ്റെ മഹാനിർവാണ തന്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയും പറയാറുണ്ട്. ദക്ഷിണകാളിക സഹസ്രനാമ സ്തോത്രം അല്ലെങ്കിൽ മഹാനിർവാണ തന്ത്രയിൽ പറയുന്ന സ്തോത്രം, മറ്റ് ചില സ്ഥലങ്ങളിൽ കാളീഖണ്ഡത്തിൽ നിന്നുള്ള സ്തോത്രം, ഇതൊക്കെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. കാളീഖണ്ഡം, മഹാനിർവാണ തന്ത്രം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും കാളിയുമായി ബന്ധപ്പെട്ട കാളികാതന്ത്ര ശാസ്ത്രങ്ങളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന അതിശക്തമായൊരു സ്തോത്രമാണിതെന്ന് മനസ്സിലാക്കുക. ദക്ഷിണ കാളികാ സഹസ്രനാമ സ്തോത്രം എന്നതറിയപ്പെടാറുണ്ട്. ഇത് പരാമർശിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ കാളീഖണ്ഡം എന്നുള്ള ഗ്രന്ഥത്തിൽ ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനിർവാണ തന്ത്രത്തിൽ ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്മശാനകാളിയാണല്ലോ. തുടക്കം തന്നെ ശ്മശാനകാളിയിൽ നിന്നാണ്. ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമാത, സ്ഥൂല സൂക്ഷ്മ കാരണലോകങ്ങളുടെ പ്രപഞ്ചത്തിൻ്റെ മാതാവായ അമ്മയെ പറ്റിയിട്ടാണ് ലളിതാ സഹസ്രനാമം തുടങ്ങുക. ശ്രീമാത. അപ്പം ഇവിടെ എങ്ങനെയാണ്? സംഹാരരൂപിണിയാണ് കാളി, ശ്മശാനകാളിക. അവിടത്തെ രൂപയിൽ ശ്രീമാത, ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്ന ജനനിയായിരിക്കുന്ന അമ്മയെപ്പറ്റി പറയുമ്പോൾ ഇവിടെ ശ്മശാനകാളിക, സംഹരിക്കുന്നവളായ ആ ഒരു ഭാവത്തിലാണ്. നമുക്ക് അത് താരതമ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് ഈ ശ്മശാനകാളി എന്ന് പറഞ്ഞാൽ ഈ കാളിയുടെ 8 പ്രധാന ഭാവങ്ങൾ, അതായത് അഷ്ടകാളികൾ എന്ന് പറയും. ഈ അഷ്ടകാളികളുടെയും മറ്റ് 1000 നാമങ്ങളും ഇതിൽ സ്തുതിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ശ്മശാനകാളിക എന്ന നാമത്തിനാണ് പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ശത്രുദോഷം, ഭയനിവാരണം, ഇതിനൊക്കെ അത്യുത്തമമാണ് ഈ സ്തോത്രം എന്ന് പറയാം. ഈ സ്തോത്രം ഉൾപ്പെടുന്നത് ശക്തസംഗമതന്ത്രം ഇങ്ങനെയുള്ള ഗ്രന്ഥത്തിലും ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം മഹാനിർവാണ തന്ത്രത്തിലുണ്ട്, കാളീഖണ്ഡത്തിലുണ്ട്, അതുപോലെ ശക്തസംഗമതന്ത്രത്തിലൊക്കെ ഈ സഹസ്രനാമം, ഇതിലെ വരികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്കതിലും ഇത് പരാമർശിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഒട്ടുമിക്ക താന്ത്രിക ഗ്രന്ഥങ്ങളും അത് പരമശിവൻ തൻ്റെ ഭാര്യയായിരിക്കുന്ന പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ആഗമശാസ്ത്രം എന്ന് പറയും. പാർവതി ശിവനോട് പറഞ്ഞത് നിഗമശാസ്ത്രങ്ങൾ എന്ന് പറയും. ആഗമതന്ത്രം, നിഗമതന്ത്രം. അതുകൊണ്ട് തന്നെ ഈ കാളി സഹസ്രനാമത്തിൻ്റെ ആദ്യ രചയിതാവായിട്ട് ശിവനെ പറയുന്നു. ആ ശിവന്റെ ഏറ്റവും ഉഗ്രമായ ഭാവമാണ് ഭൈരവഭാവം. മഹാകാല ഭൈരവനായിട്ടാണ് പറയുക. അപ്പോൾ മഹാകാല ഭൈരവൻ പരമശിവൻ തന്നെ രചിച്ചതാണ്, പറഞ്ഞതാണ് ഈ സഹസ്രനാമം എന്ന് പറയുന്നത്. ശിവൻ ഉപദേശിച്ച ഈ അറിവ് പാർവതിയോട് ഉപദേശിച്ചു. പിന്നീട് മഹാഋഷി പരമ്പരകളിലൂടെ, സിദ്ധന്മാരിലൂടെ ഇത് ലോകത്ത് പ്രചരിച്ചു. വിവിധ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ, ആചാര്യന്മാരിലൂടെ പിന്നീട് ഇത് ലോകത്ത് പ്രചരിച്ചു എന്നുള്ളതാണ് നമുക്കത് കാണാൻ കഴിയുക. അപ്പോൾ ദക്ഷിണകാളിക സഹസ്രനാമമെന്നോ കാളി സഹസ്രനാമ സ്തോത്രമെന്നോ ഒക്കെ ഇതറിയപ്പെടുന്നു. മഹാവക്കാല ഭൈരവൻ, പരമശിവൻ തന്നെ ചൊല്ലിയത്, രചിച്ചതായിട്ട് ഇതിനെപ്പറ്റി പറയുന്നു. ഋഷി ഛന്ദസ് ദേവത നമ്മൾ പറഞ്ഞു. ഋഷി മഹാകാല ഭൈരവൻ, അനുഷ്ടുപ്പ് ഛന്ദസ് ദേവത ദക്ഷിണകാളിക അല്ലെങ്കിൽ മഹാകാളിക എന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. കാളി സഹസ്രനാമം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ
വിശദമായി ചൊല്ലിപ്പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രീ മഹാഭദ്രകാളി സഹസ്രനാമാവലിയിലെ നാമങ്ങൾ പഠിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചുകൊണ്ടിട്ടാണ് പോകുക. എന്നിട്ട് നമുക്ക് വിശദമായിട്ട് അതെല്ലാം ചേർത്തിട്ടുള്ളത് ചൊല്ലാം. ഇപ്പോൾ ശ്മശാനകാളികാകാളി ഭദ്രകാളി കപാലിനി, ആ ആദ്യത്തെ ലൈൻ തന്നെ നമ്മൾ പിരിച്ചു പറയുമ്പോൾ ഓം ശ്മശാനകാളികായേ നമ, ഓം കാള്യേ നമ, ഓം ഭദ്രകാളേ നമ, ഓം കപാലിന്യേ നമ, ഇത്രയും വരും. ഓം ശ്മശാനകാളികാകാളി ഭദ്രകാളി കപാലിനി. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ നാമങ്ങളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി നമുക്ക് പോകാം. അപ്പോൾ നാമാവലിയായിട്ട് ഇത് ജപിക്കുമ്പോൾ ഓം ചേർത്തിട്ടാണ് പറയാം. ഓം ശ്മശാനകാളികായൈ നമ, ഓം ശ്മശാനകാളികായൈ നമ. ഓം ഓം എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ്റെ ബീജാക്ഷരി, പ്രപഞ്ചത്തിൻ്റെ ആദിമ ശബ്ദം, സർവ മന്ത്രങ്ങളുടെയും ശക്തി ചൈതന്യങ്ങളടങ്ങിയ ബീജാക്ഷരി, അതാണ് ഓം. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയുടെ പൂർണ്ണമായ തരംഗം എന്നൊക്കെ ഇതിനെ പറയാം. അപ്പോൾ ഓം എന്നത് പരമേശ്വരൻ്റെ പരബ്രഹ്മത്തിൻ്റെ നാദമാണ്, ശബ്ദമാണ്. പരമേശ്വരനാകുന്ന സൂര്യനുള്ളത് കൊണ്ടിട്ടാണ് മറ്റ് ദേവതകളാകുന്ന നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നത് എന്ന് ശൈവാഗമം പറയുന്നു. അപ്പം ശിവനുണ്ടെങ്കിലേ മറ്റ് ദേവതകളുള്ളൂ. ആ പരമേശ്വരൻ്റെ ബീജാക്ഷരി ചേർത്തിട്ടാണ് ഒരു 99% മന്ത്രങ്ങളും ആരംഭിക്കുന്നത്. ഓം നമ ശിവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീ മഹാഗണപതയേ നമ, ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ, ഓം ശ്രീ ഭൂതനാഥായ നമ, ഓം ശ്രീ പരാശക്തിയെ നമ. എല്ലാത്തിലും ഓംകാരമുണ്ട്. അപ്പോൾ ഓം പരമേശ്വരൻ്റെ പരബ്രഹ്മത്തിൻ്റെ ബീജാക്ഷരിയാണ്, അത് സൂര്യനാണ്. ഓം ചേർത്താൽ മാത്രമേ മറ്റ് മന്ത്രങ്ങൾക്ക് ശക്തി കിട്ടും. സൂര്യൻ്റെ പ്രകാശം ഉണ്ടെങ്കിൽ ചന്ദ്രനും മറ്റ് താരാഗണങ്ങളും ഒക്കെ പ്രകാശിക്കും. അപ്പോൾ ഇവിടെയും ആ പ്രപഞ്ചത്തിൻ്റെ ആദിമ ശബ്ദമായ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടേതാ അതിൻ്റെ എല്ലാം എനർജി ഉള്ളതായിരിക്കുന്ന ഓംകാരം പരമേശ്വരൻ്റെ പരബ്രഹ്മം ചേർക്കുന്നു. ഓം മംഗളസൂചകമായ ശബ്ദം, സ്വാഗത ശബ്ദം എന്നൊക്കെ നമുക്ക് പറയാം. ശ്മശാന, എന്താണ് ശ്മശാനം എന്ന് പറഞ്ഞാൽ? സാമാന്യാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ മൃത ശരീരം ദഹിപ്പിക്കുന്ന സ്ഥലമാണ് ശ്മശാനം. ഒരു ശ്മശാനത്തിൽ ഇപ്പോൾ നമ്മൾ കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, വാരണാസിയിലൊക്കെ അത്തരത്തിലുള്ള വലിയ ശ്മശാനങ്ങൾ കാണാം. മണികർണിക ഘട്ടിലൊക്കെ ആയിട്ട് പല ഘട്ടുകളിലായിട്ട് അനേക ശ്മശാനങ്ങളുണ്ട്. അപ്പം മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ഇടമാണ് ശ്മശാനത്തിൻ്റെ ബാഹ്യാർത്ഥം. ആന്തരിക അർത്ഥത്തിലേക്ക് പോയാലോ, അഹങ്കാരം നശിക്കുന്ന ഇടം, അഹങ്കാരം, ഞാനെന്ന അഹം, ഞാനെന്ന എൻ്റെ ഭാവം, നമ്മുടെ ഈഗോ, ഇത് നശിക്കുന്ന ഇടമാണ് ശ്മശാനം എന്ന് പറയും. കാളികായൈ, കാളികായൈ, കാലം, സമയം, സമയത്തിൻ്റെ ദേവിയാണ് കാളി. അപ്പോൾ സമയത്തിൻ്റെ, കാലത്തിൻ്റെ ദേവിയായ കാളി, ആ കാളിക്ക് നമ, വന്ദനം, ശരണാഗതി. ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സാമാന്യാർത്ഥം. സൂക്ഷ്മാർത്ഥം സാമാന്യാർത്ഥത്തിൽ ഓം ശ്മശാനകാളികായേ നമ എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിൽ വസിക്കുന്നവളായ കാളി. ഇവിടെ ശ്മശാനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ അഹങ്കാരം നശിക്കുന്ന ഇടം, ഞാനെന്ന ഭാവം, നമ്മുടെ ഈഗോ നശിക്കുന്ന ഇടം. ആ ഞാനെന്ന ഭാവം, നമ്മളുടെ ഈഗോ നശിക്കുമ്പോഴാണ് അവിടെ കാലത്തിൻ്റെ ദേവിയായ കാളി, സമയത്തിൻ്റെ ദേവിയായ കാളി പ്രത്യക്ഷപ്പെടുക. കാളുന്നവളാണ്, ജ്വലിക്കുന്നവളാണ്. നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ദഹിപ്പിച്ച് ജ്ഞാനമാകുന്ന പ്രകാശം ഉണ്ടാക്കുന്നവളാണ് കാളി. ശ്മശാനമാകുന്ന ഇരുട്ടിൽ ജ്വലിക്കുന്ന പ്രകാശമാണ് കാളി. ശ്മശാനം നമ്മളുടെ അഹങ്കാരമാണ്. നമ്മളുടെ അഹങ്കാരം നശിക്കുമ്പോൾ അവിടെ കാളിയാകുന്ന ആ ഒരു ഊർജം, ആ ഒരു ശക്തി, ചൈതന്യം ഉണ്ടാകും. അതിനായി ഞാൻ എന്ത് ചെയ്യുന്നു? അമ്മയെ വന്ദിക്കുന്നു. അപ്പോൾ ഓം ശ്മശാന കാളികായേ നമ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം ഇതാണ്. ശ്മശാനകാളി എന്ന് പറയുന്നത് കേവലം ഒരു ഭയപ്പെടുത്തുന്ന രൂപമല്ല. അതിന് പിന്നിൽ വളരെ വലിയ താത്വികമായ ആത്മീയമായ അർത്ഥമുണ്ടെന്നുള്ളതാണ് ചുരുക്കം. എല്ലാം അവസാനിക്കുന്ന ഇടമാണ് ശ്മശാനം, അല്ലേ? നമ്മുടെ ഉള്ളിലെ കാമ, ക്രോധ, ലോഭ, മതം, മാത്സര്യാദികളാകുന്ന അഴുക്കുകളെ, ഈഗോയെ, അഹങ്കാരത്തെ
ദഹിപ്പിക്കുന്ന ഇടമായിട്ടാണ് ഇതിൽ പറയുക. അപ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ ദഹിപ്പിച്ചു കളഞ്ഞ ഒരു സാധകന്റെ ഹൃദയമാണ് യഥാർത്ഥ ശ്മശാനം. അഹങ്കാരം നശിച്ച ഇടം അല്ലെ? ഈ ശരീരം ഭസ്മാന്തം ശരീരം, വെന്തു വെണ്ണീറായ ഇടം. നമ്മളില്ല. കയ്യും കാലും കണ്ണും മൂക്കും ചെവിയും രൂപവും ഒക്കെ ഉണ്ടായിരുന്ന നമ്മൾ ഒരുപിടി ചാരമായി കിടക്കുന്ന ഇടം. അതേപോലെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾ ആകുന്നതെല്ലാം നശിച്ച ഇടം, അതാണ് ശ്മശാനം. അപ്പം അഹങ്കാരത്തെ ദഹിപ്പിച്ചു കളഞ്ഞ, കാമക്രോധ ലോഭ മത മാത്സര്യാദികളെ ദഹിപ്പിച്ചു കളഞ്ഞ ഒരു സാധകന്റെ സംശുദ്ധമായ ഹൃദയമാണ് ഇവിടെ ശ്മശാനമായിട്ട് സൂക്ഷ്മാർത്ഥത്തിൽ പറയുന്നത്. അവിടെയാണ് ദേവി വസിക്കുന്നത്. അവിടെയാണ് ദേവി വസിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ഞാനെന്ന ഭാവവും അഹങ്കാരവും കാമക്രോധ ലോഭ മത മാത്സര്യാദികളൊക്കെ മാറ്റുമ്പോഴാണ്, ദഹിപ്പിക്കുമ്പോഴാണ് അവിടെ അമ്മയെ കാണാൻ കഴിയുക, അവിടെ ദേവിയെ കാണാൻ കഴിയുക. കാലം എല്ലാവരെയും വിഴുങ്ങുന്ന ഒന്നാണ്. എന്നാൽ കാലത്ത് വിഴുങ്ങുന്നവളാണ് കാളി, കാളുന്നവളാണ് കാളി, ജ്വലിക്കുന്നവളാണ് കാളി, കാലത്തെ സംഹരിക്കുന്നവളാണ് കാളി, കാലത്തെ വിഴുങ്ങുന്നവളാണ് കാളി. ആ കാളി ശ്മശാന കാളിക എന്നാണ് പറയുക. ശ്മശാന കാളിക്ക് മറ്റൊരർത്ഥം മാറ്റമില്ലാത്ത പരമസത്യം എന്നാണ്. മാറ്റമില്ലാത്ത പരമസത്യം. ഈ ലോകത്തിലെല്ലാം നശ്വരമാണ്, നശിക്കുന്നതാണ്, മാറുന്നതാണ്. മാറാത്ത ഒറ്റ ശക്തിയുള്ളൂ. കാളീതന്ത്രപ്രകാരം അത് അമ്മ മഹാകാളിയാണ്. നമ്മളുടെ ഭയം നശിക്കുന്ന ഇടാണ്. ഇപ്പോൾ തന്ത്രയിൽ ഒരുപാട് ശ്മശാന സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ശ്മശാനത്തിൽ പോകാൻ നമുക്ക് ഭയമാണ്. തന്ത്രയിലെ ആദ്യഘട്ട സാധനങ്ങൾക്ക് പലതും ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞാനൊക്കെ തന്ത്ര അഭ്യസിക്കുന്ന സമയങ്ങളിലൊക്കെ ശ്മശാന സാധനങ്ങൾ പോലും അഭ്യസിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ വെറുതെ ശ്മശാനത്തെ ഭയപ്പെടുകയാണ്. ശ്മശാനം വളരെ വലിയ ഒരു ധൂനിയാണ്. എന്ന് വെച്ചാൽ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സാധകൻ്റെ ഒരു ധ്യാനക്ഷേത്രമാണ് ശ്മശാനം എന്ന് പറയും താന്ത്രികനെ സംബന്ധിച്ചിടത്തോളം. നമുക്കതിലേക്ക് വരാം. അപ്പം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം മരണമാണ്. മരണത്തിൻ്റെ പ്രതീകമായ ശ്മശാനത്തിൽ വസിക്കുന്ന ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തൻ എന്ത് ചെയ്യുന്നു? മരണഭയത്തെ അതിജീവിക്കുന്നു എന്നാണ് പറയുക. അപ്പം ഈ ഒരു ഒറ്റ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് തന്നെ ഓം ശ്മശാനകാളികായൈ നമ, ഓം ശ്മശാനകാളികായൈ നമ, ഓം ശ്മശാനകാളികായൈ നമ, മാനസികമായിരിക്കുന്ന ധൈര്യം ഉണ്ടാകുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ശത്രുഭയത്തെയും നേരിടാൻ ഓം ശ്മശാനകാളികായൈ നമ എന്ന മന്ത്രം ശക്തി നൽകുന്നു. ദൃഷ്ടിദോഷം, ദുർമന്ത്രവാദം, ഭയം എന്നിവയിൽ നിന്ന് ഓം ശ്മശാനകാളികായൈ നമ എന്ന മന്ത്രം നമുക്ക് സംരക്ഷണം നൽകുന്നു, അതൊക്കെ മാറ്റുന്നു. പിന്നെ ലൗകികമായ ബന്ധങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ച് ആത്മീയമായ ഉണർച്ചയുണ്ടാക്കാൻ ശ്മശാനകാളി മന്ത്രം ഓം ശ്മശാനകാളികായൈ നമ എന്ന മന്ത്രം നമ്മളെ സഹായിക്കുന്നു. ഒപ്പം ഭൗതികതയിൽ നിന്ന് നമ്മളെ വിരക്തരാക്കുകയല്ല, ഭൗതിക ജീവിതത്തെ സമ്പന്നമാക്കിക്കൊണ്ട് ആത്മീയ ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഒരു മന്ത്രം കൂടിയാണിതെന്നാണ് ഋഷികൾ പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പഠിക്കുന്ന ഈ ഒരു മന്ത്രത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഉപാസകർ നമ്മളുടെ ഉപാസനയ്ക്കൊക്കെ ശേഷം ഈ ഒരു മന്ത്രം ഓം ശ്മശാനകാളികായൈ നമ, ഓം ശ്മശാനകാളികായൈ നമ, ഓം ശ്മശാനകാളികായൈ നമ ഒരു 31 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒന്നാം മന്ത്രം നമ്മൾ പഠിച്ചു, ഒന്നാം നാമം കാളി സഹസ്രനാമത്തിലെ പഠിച്ചു. അതിൻ്റെ സാമാന്യാർത്ഥവും സൂക്ഷ്മാർത്ഥവും മനസ്സിലാക്കി മന്ത്രം ഓം ശ്മശാന കാളികായൈ നമ നമ്മുടെ ഉപാസനയ്ക്ക് ശേഷം 31 തവണ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്.